ഫ്രണ്ട്സ്, എല്ലാവർക്കും GK Well Done PSC യിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേരള PSC നവംബർ 2020 വേണ്ടിയിട്ടുള്ള എക്സാം കലണ്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. നിങ്ങൾ കാത്തിരുന്ന ഒരുപാട് എക്സാമിനേഷൻ ആണ് നമുക്ക് ഈ വരുന്ന നവംബറിൽ കേരള PSC കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഫസ്റ്റ് നമുക്ക് 2-ാം തീയതിയോട് കൂടിയിട്ടാണ് നവംബറിലെ പരീക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ നൽകേണ്ട തീയതി എന്ന് പറയുന്നത് 23-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഇതിനുള്ള കൺഫർമേഷൻ കൊടുക്കാം. കൺഫർമേഷൻ അവസാനിക്കുന്നത് കൊടുക്കാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. അപ്പോൾ അപേക്ഷകർക്ക് ഒറ്റത്തവണ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി ഈ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്ഥിരീകരണം രേഖപ്പെടുത്താനായിട്ട് 23rd to 11th വരെ ആയിരിക്കും. 23rd ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ 11 വരെ ആയിരിക്കും കൺഫർമേഷൻ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് 19/10/2020 നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഹിന്ദി 3-ാം തീയതിയാണ് പരീക്ഷ നടത്തുന്നത്. ഇത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും, എല്ലാവർക്കും അറിയാം. ദെൻ അസിസ്റ്റന്റ് ക്രെയിൻ ഡ്രൈവർ 3-ാം തീയതിയാണ് എക്സാം നടത്തുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ സോഷ്യോളജി 4-ാം തീയതിയാണ് നടത്തുന്നത്. ദെൻ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഫാർമസിസ്റ്റിന്റെ പല ജില്ലകളിലും സ്പെഷ്യൽ റിസർവേഷൻ ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു ദിവസമാണ് ഡേറ്റ് വരുന്നത്. 4-ാം തീയതിയാണ് നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസ്. അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലൊക്കെ സെയിം ഡേ തന്നെ ആയിരിക്കും കേട്ടോ എക്സാം നടത്തിയിരിക്കുന്നത് എല്ലാ കാറ്റഗറിക്കും. ദെൻ നെക്സ്റ്റ് എക്സാം വരുന്നത് നോക്കാം. ഫാർമസിസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ എല്ലാം ഫാർമസിസ്റ്റിനാണ് വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ 5-ാം തീയതിയാണ്. 5/11/2020 നടത്തുന്നത്. ദ നെക്സ്റ്റ് എക്സാം ഇസ്ലാമിക് ഹിസ്റ്ററി അസിസ്റ്റന്റ് പ്രൊഫസർ 6/11/2020 എക്സാം നടത്തുന്നത്. ദെൻ UP സ്കൂൾ ടീച്ചർ ഒരുപാട് പേര് കാത്തിരുന്ന എക്സാമിനേഷൻ ആണ് ഈ പറയുന്ന UP ടീച്ചർ മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ എല്ലാം എന്നായിരിക്കും എക്സാം പറഞ്ഞിരിക്കുന്നത് 7/11/2020 ശനിയാഴ്ചയാണ്. ഇതിന്റെ മെയിൻ ടോപ്പിക് നമുക്കറിയാം. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, സോഷ്യൽ സ്റ്റഡീസ്, റിനൈസൻസ്, ജനറൽ സയൻസ്, അരിത്തമാറ്റിക്, സിമ്പിൾ അരിത്തമാറ്റിക്, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി, ജനറൽ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് മെയിൻ ടോപ്പിക്സ് വരുന്നത്. ഇതിൽ 100 മാർക്സ് ആയിരിക്കും. 1 hour and 15 minutes ആണ് എക്സാമിനേഷൻ വരുന്നത്. മീഡിയം മലയാളത്തിലായിരിക്കും. ദെൻ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പിന്നെ ഈ എക്സാമിനേഷന് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 23/8/2020 മുതൽ 11/9/2020 വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി. ഈ കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈൽ വഴി 23/10/2020 മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ എക്കണോമിക്സ് 9-ാം തീയതിയാണ്. അനാലിസ്റ്റ് ഗ്രേഡ് 3 9-ാം തീയതിയാണ് എക്സാം വരുന്നത്. ദെൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് 10-ാം തീയതിയാണ്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. SC STക്ക് മാത്രം 10-ാം തീയതിയാണ്. പിന്നെ അടുത്തതും അത് തന്നെയാണ്. NCA നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റും അത് തന്നെയാണ്. 10-ാം തീയതിയാണ് ഈ എക്സാം ഒക്കെ വരുന്നത്. ദെൻ ജൂനിയർ NCA നോട്ടിഫിക്കേഷൻ ഹെൽത്ത് സർവീസ് മുനിസിപ്പൽ കോമൺ സർവീസിലേക്കും 10-ാം തീയതി തന്നെയാണ് എക്സാം വരുന്നത്. ഇനി UP സ്കൂൾ ടീച്ചറിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ നോക്കാം. തമിഴ് മീഡിയം ആണ്. ഇത് തമിഴ് മീഡിയം ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് 10-ാം തീയതിയാണ് തമിഴ് മീഡിയം വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലാണ് എക്സാം. 10-ാം തീയതിയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ടോപ്പിക് ആണ്. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, സോഷ്യൽ സയൻസും റിനൈസൻസും, ജനറൽ സയൻസ്, സിമ്പിൾ അരിത്തമാറ്റിക്, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി, ജനറൽ ഇംഗ്ലീഷ്. ദെൻ നെക്സ്റ്റ് അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ 12-ാം തീയതിയാണ് എക്സാം വന്നിരിക്കുന്നത്. ദെൻ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം കാണിച്ചിരിക്കുന്നത് 12/11/2020 തിരുവനന്തപുരം ജില്ല. ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ കന്നഡ ട്രാൻസ്ലേറ്റർ ഇത് ഫ്രൈഡേ ആണ്. 13/11/2020 കാസർഗോഡ് ജില്ലയിലാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം. ജൂനിയർ ഇൻസ്ട്രക്ടർ പെയിന്റർ ജനറൽ 16-ാം തീയതിയാണ്. ദെൻ നെക്സ്റ്റ് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ശ്രദ്ധിക്കുക. മലയാളം മീഡിയത്തിന് LP
സ്കൂൾ അസിസ്റ്റന്റ്, സ്കൂൾ ടീച്ചറിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് 24/11/2020 ആണ്. കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ ഈ ജില്ലകളിലെല്ലാം 24-ാം തീയതിയാണ്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് സെലക്ഷൻ വരുന്നത്. ട്യൂസ്ഡേ ആണ് എക്സാം. GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, സോഷ്യൽ സയൻസും റിനൈസൻസും, ജനറൽ സയൻസ്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇത്രയുമാണ് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയത്തിന് എക്സാമിനേഷന് വരുന്ന സിലബസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഈ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കുന്നത് അവസാന ദിവസം 23-ാം തീയതി ആരംഭിച്ചാൽ 11/9/2020 വരെയാണ് അവസരം ഉണ്ടാവുക. ഈ സ്ഥിരീകരണം നൽകിയവർക്ക് 10/11/2020 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാവുന്നതാണ്. LP സ്കൂൾ അസിസ്റ്റന്റ് മലയാളം മീഡിയം, LP സ്കൂൾ അസിസ്റ്റന്റ് ട്യൂസ്ഡേ 24/11/2020 ST സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ട്. കൊല്ലം, കണ്ണൂർ 24-ാം തീയതിയാണ് എക്സാം. ദെൻ LP അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് SC-ക്കാർക്ക് കൊല്ലം 24/11/2020 ചൊവ്വാഴ്ച തന്നെയാണ് എക്സാം നടക്കുന്നത്. ദെൻ ഹിന്ദു നാടാർ റിസർവേഷൻ കൊല്ലം വരുന്നത് 24/11/2020 തന്നെയാണ്. ദെൻ ഇത്രയുമാണ് എക്സാമിനേഷൻ നടത്തുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം 25-ാം തീയതിയാണ്. ദെൻ തിയേറ്റർ ടെക്നീഷ്യൻ 26-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കാൻ കുറെ പേർക്ക് എക്സാം ഡിസംബർ മുതൽ ആരംഭിക്കുന്ന LD എക്സാം ഒക്ടോബറിൽ ഉണ്ടാവും എന്നുള്ളൊരു വ്യാജ പ്രചരണം ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ദെൻ പുതുതായിട്ട് ഇതുപോലെ തന്നെ ഒരു കാലണ്ടർ വെച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അതെന്ന് പറയുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള LDയുടെ പ്രൊഫൈലും LDയുടെ സിലബസ് അല്ല അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. PSC പുതുതായിട്ട് മാറ്റം കൊണ്ടുവന്നിരിക്കുന്ന 10ാം ക്ലാസ് വരെ നിലവാരമുള്ള പരീക്ഷകൾക്ക് ഡിസംബർ മുതലാണ് 2ാം ഘട്ട 2 രീതിയിലുള്ള പരീക്ഷ ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ PSC ഇപ്പൊ പുറത്തുവിട്ടിട്ടില്ല. ദെൻ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് LP UP സ്കൂൾ അസിസ്റ്റന്റിന്, സ്കൂൾ ടീച്ചേഴ്സിനൊന്നും നിങ്ങൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള മേഖലയിലെ പരീക്ഷകൾക്കൊന്നും ഇത് ബാധകമല്ല എന്ന് പറഞ്ഞിരുന്നു. ഇനിയും കുറച്ച് സംശയങ്ങൾ കുറെ പേര് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടും പഠിക്കുന്ന കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് ഗുണകരമാണോ എന്നതിനെ കുറിച്ചൊക്കെ വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയ PSC സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷനും അതോടൊപ്പം പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. GK World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും.